പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. അതായത് ഞാൻ വലിയ അറിവുള്ള മനുഷ്യനല്ല. അതുകൊണ്ട് കാണുന്നത്, വായിക്കുന്നത് അതിൻ്റെ നേരെയുള്ള അർത്ഥമേ എനിക്കറിയത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം. ഇനി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, അതായത് കഴിഞ്ഞ ഒരു ദിവസം ഒരു പുരോഹിതൻ അദ്ദേഹം ഇടയ്ക്കൊരു ചുവന്ന പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കുരിശുമാലയൊക്കെ ഇട്ടിട്ടുണ്ട്, തടിക്കുരിശ. അദ്ദേഹം തലത്തോടുത്ത പെണ്ണുങ്ങളെല്ലാം തുള്ളിച്ചാടുക. അപ്പോൾ അത് പോട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു സ്ത്രീയെ, അവൾ ഹിന്ദുവാണ്, അവൾ സാക്ഷ്യം പറയും. ഇവിടെ നമ്മുടെ കൃപാസനത്തിലെ സാക്ഷ്യം നിങ്ങൾക്കറിയാമോ? കൃപാസനം വളരെ 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 അതിശയങ്ങൾ നടക്കുന്ന, അവിടുത്തെ പേപ്പർ മേടിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുക, പബ്ലിസിറ്റി ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ഒന്നും ചെയ്യേണ്ട, കൃപാസനത്തിൻ്റെ പേപ്പർ മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഈ പെങ്കൊച്ച് അവൾ പറഞ്ഞത്, അവൾ ഹിന്ദു ക്രിസ്ത്യാനിയല്ല. അവൾ പറഞ്ഞത്, ഞാനൊരു ദിവസം എൻ്റെ ഭർത്താവുമായിട്ടൊരു പിണക്കമുണ്ടായി. അന്ന് നമുക്കൊരു കുഞ്ഞുണ്ട്, ഒരാൺകൊച്ചൻ. ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ബസ്സിലാണ് കയറി. ടിക്കറ്റ് എടുത്തോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൾ ആലപ്പുഴയാണ് ചെന്നപ്പോൾ അവിടെ വരെ ബസ്സുള്ളൂ. നോക്കിയപ്പോൾ ഒരു ദേവാലയം കണ്ടു. അവിടോട്ടാണ് കയറി അവരുടെ ഓഫീസിലാണ് ചെന്നത്. നേരെ അപ്പോൾ പറഞ്ഞ്, എനിക്ക് കൗൺസിലിംഗ് വേണം. ഉടനെ ഒരു കൗൺസിലിങ്ങിന് ഏർപ്പാട് ചെയ്ത് കൗൺസിലിംഗ് നടത്തി. ഏതായാലും കൊണ്ട് പുള്ളിക്കാരത്തി അവിടുത്തെ നിത്യ സന്ദർശകയായി. അങ്ങനത്തെപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ കാര്യം, കന്യകമറിയാൻ പോലും ഉദ്ദേശിക്കാതെ ക്രിസ്തു കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ ജനിച്ചത്, ഉരുവായത്. എന്നാൽ ഈ സ്ത്രീ പറയുക, ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞു വേണമെന്നൊരു ഉദ്ദേശവും ഇല്ല. കാരണം അവരുടെ ഏതോ ഒരു സ്ത്രീ ഗർഭിണിയായി, ഏതോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെങ്കിൽ മോൻ്റെ നിർബന്ധം, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. മോൻ്റെ നിർബന്ധപ്രകാരം ഒരു കുഞ്ഞൂടെ വേണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. ഞങ്ങൾ പരിശ്രമിച്ചിടയ്ക്ക് ഒന്നും ആകുന്നില്ല. ഉടനെ ഞാൻ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ ചെന്നു. ഏതായാലും കൊള്ളാം, ഗർഭിണിയായി. സാക്ഷ്യം പറയുക, ഗർഭിണിയായി. നല്ല കാര്യമല്ലേ? ഇത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. പനയ്ക്കൽ, നമ്മുടെ പോട്ടയം ധ്യാന കേന്ദ്രത്തിൽ പനയ്ക്കൽ എന്തെല്ലാം ഇത് നടത്തുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, സന്താനങ്ങൾ ഉണ്ടാകാത്തവർ 3 ദിവസം സന്താന സമൂഹത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ വരണം, എൻ്റെ ഭാര്യ മാത്രം വന്നാൽ പോരായോ? അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ പലതും കത്തോലിക്ക സഭയിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം. എനിക്കറിയാൻ പറ്റേ ഈ ക്രിസ്തീയ സഭകളിൽ ഉള്ളവ സ്ത്രീകൾക്ക് മാത്രം ഈ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്, ദൈവം അനുഗ്രഹം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഓർത്തഡോക്സ് സഭ എടുക്കുന്നില്ല. കാരണം ഞാൻ പറയാം,
ദൈവം ആദിയിൽ മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ എന്ന് പറയുന്നില്ല. ആ ഉൽപ്പത്തി ഒന്നിൽ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി ലോകത്തിൽ പെരുകുകയും. പിന്നെ ബാക്കി പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ന് മനുഷ്യ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഭൂമിയിൽ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ മഞ്ഞുണ്ടായിരുന്നില്ല. ഭൂമിയിൽ മഞ്ഞ് ഉണ്ടായി. ആ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം ഊരി ജീവനുള്ള ദഹിയായി തീർന്നു. അവനെ കൊണ്ടുവന്ന് ഏതൻ തോട്ടം കാപ്പാനായിട്ട് അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ തോട്ടത്തിൻ്റെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനേകനായിരിക്കുന്നതല്ല, അതുകൊണ്ട് അവന് തുണ വേണം. ആദാമിനെ കാടത്തിൽ നിർത്തി അവൻ്റെ വാരിയുടെ അടുത്തു. അവിടെ വിടവ് നിർത്തി സ്ത്രീയെ സൃഷ്ടിച്ചു. എന്നാൽ അവിടെ പറയുന്നത് പാമ്പിനെ കുറിച്ച് പറഞ്ഞു, അവൻ പറയുന്നിരിപ്പോഴേ. അതായത് എന്നാൽ പാമ്പ് സ്ത്രീയുടെ അടുത്ത് എന്ന് ചോദിച്ചു, ദൈവം ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം, തോട്ടത്തിൽ നടക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ പറഞ്ഞെന്തുവാ, അങ്ങനെയല്ല, നിങ്ങൾ ആ ഫലം തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകുമെന്നാണ്. അങ്ങനെയാണ് ആ വാക്കെന്താ എൻ്റെ ഓർമ്മ. ഏതായാലും കൊള്ളാം, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞേക്കുന്നത്. ഏതായാലും കൊള്ളാം. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. സാത്താൻ ദൈവമായിട്ടുള്ള വ്യത്യാസം എന്തുവാ? സാത്താൻ എല്ലാ അധികാരമുണ്ട്. ഒരു കാര്യം മാത്രം അവന് ചെയ്യാനൊക്കത്തില്ല, സൃഷ്ടികർമ്മം. എൻ്റെ അടുത്ത് വേറൊരാൾക്ക് കൊടുക്കാം, അല്ലാതെ ഒന്ന് പുതുതായിട്ടുണ്ടാക്കാൻ അവന് സാധിക്കത്തില്ല. സൃഷ്ടികർമ്മം അവനില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾ എന്നെപ്പോലെ തന്നെ പറഞ്ഞ് ദൈവത്തെ പോലെ ആവുമെന്ന്. അവിടെ നടന്നെന്തുവാ പോട്ടെ. എന്നാൽ ഇന്നെവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ നിസ്സാരമായി ചോദിച്ചോട്ടെ, ഈ വലിയ ക്ഷമ ഒരുപാട് പറയാറുണ്ട്, അതൊന്നും ഇപ്പോൾ പറയില്ല. വലിയ ക്ഷമ അടിക്കുന്ന സ്ത്രീകൾ, അതായത് ഓട്ടോസഭയുടെ കാര്യം ഞാൻ പലതും വീഡിയോ ചെയ്തിട്ടുള്ളതൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു, ഇന്നെല്ലാവരും കാശുണ്ട്, 4 കുഷ്യം വെച്ചാണ് ഇരുന്നുകൊണ്ട് എത്തി കുറ്റി വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ വണ്ടിയുടെ ടയറൊന്ന് പഞ്ചറായാൽ നീ അത് എന്ത് ചെയ്യും? നീ അത് മാറിയിടാൻ നിനക്ക് കഴിവുണ്ടോ? ഒരു സ്ത്രീയെ ഞാൻ ചോദിക്കുക. നിങ്ങൾ അന്നേരം മറ്റുള്ളവരുടെ കാൽ പിടിക്കും. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. ഏതായാലും കൊള്ളാം മക്കളെ, നിങ്ങളുടെ ഈ അന്ത്യകാലത്ത് സാത്താൻ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യും. അതാണ് ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്നത്, കേരള ഗവൺമെൻറ്. അതായത് സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര ട്രാൻസ്പോർട്ടിൽ. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഈ രാവിലെ ജോലിയുള്ളവരാണെന്നെല്ലാവരും, ജോലിയില്ലാത്തവരും ജോലിയുള്ളവരും ഉണ്ട്. അവരെല്ലാവരും വന്ന് അവർക്ക് തോന്നുക, ഇന്നത്തെ ഒരു സ്ത്രീ ജോലി ഒന്നുമില്ല, അങ്ങോട്ട് പോയി കളയാം,
അവക്കും സൗജന്യ യാത്രയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സാധാരണ നിങ്ങളൊന്നും ചിന്തിക്കാതെ ഒന്നും ഏതെങ്കിലും പറഞ്ഞാലും ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. ഒരു സ്ത്രീ ബസ്സിൽ ട്രാൻസ്പോർട്ട് ഫ്രീ സർവീസിൽ കയറുമ്പോൾ അവൾ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോവുകയാണോ, അല്ലെ ഹോസ്പിറ്റലിൽ പോവുകയാണോ, അതിൻ്റെ എല്ലാം വിവരം ചോദിച്ചിട്ട് വേണം കയറ്റാൻ. ഫ്രീ ചാർജ് കൊടുക്കാൻ, ഫ്രീ സർവീസ് കൊടുക്കാൻ. അല്ലാതെ നമ്മുടെ ഗോവിന്ദം പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്ന് സ്ത്രീകൾ ചൂടപ്പം കൊണ്ടുവന്ന് ആരും എറണാകുളത്തൊക്കെ കൊടുത്ത് കാശുമായിട്ട് തിരിച്ച് കണ്ണൂരി വന്നു രാത്രി കിടന്ന് ഉറങ്ങുന്ന പോലെ ആകരുത് ഇത്. ഞാൻ ചോദിക്കുന്നത്, വിഴി സജൻ വളരെ നല്ല ബൈബിൾ വാക്യം പറയുന്നവനാ. ഒരു കുടുംബത്തിൻ്റെ നാഥനാരാ? ഒരു പുരുഷനാണോ? അത് നിങ്ങൾ വിഴി സജനോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് വന്നെങ്കിലല്ലേ ഒരു സ്ത്രീക്ക് ജോലിയോ അല്ലെ മക്കൾക്ക് പഠിത്തമോ കിട്ടത്തുള്ളൂ. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പ്രായമായി അവനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ കാലത്ത്? സതീശൻ ഇന്നത്തെ കാലത്താണോ ജീവിക്കുന്നത്, അതോ പഴയ കാലത്താണോ? എന്നാൽ ഈ മനുഷ്യൻ, പ്രായമായ മനുഷ്യൻ്റെ കൂടെ പോകാൻ ഇന്നാരെങ്കിലും ഉണ്ടോ? ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട, സ്വന്തം ഭാര്യ പോലും പോകത്തില്ല. ആ സ്ഥിതിക്ക് വേണ്ട, ഒന്നുമില്ല. പോയെന്ന് വെച്ചാലും ആ മനുഷ്യൻ്റെ യൗവനകാലത്ത് അധ്വാനിച്ച് വീട്ടുകാരെ നോക്കിയ മനുഷ്യൻ പ്രായമായി ഒരു ഹോസ്പിറ്റലിൽ പോകാൻ അവൻ്റെ കാശ് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അവന് ആ ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ബിഡി സൗജന്യം വളരെ വേദവാക്യങ്ങൾ പറയുന്നുണ്ട്, നല്ല കാര്യം. എന്നാൽ ഇതുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും അടിമയായി പോയിരിക്കുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടു അധ്വാനിച്ച് കുടുംബത്തെ നോക്കി. ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വരുന്ന ഉടനെ ജോലിയുമായിട്ടല്ല വരുന്നത്. ഇന്നത്തെ കാലത്ത് ജോലി ഉണ്ടെങ്കിലും അവൾ പുരുഷനെ അടിമയാക്കും. അവൾ രാവിലെ ജോലിക്ക് പോകും. ഇവൻ അപ്പോഴും വീട്ടുകാരും അവൻ്റെ ജോലിയും വീട്ടുകാരും എല്ലാം അന്വേഷിക്കുന്ന അവനാ. അപ്പോഴേ ഈ മനുഷ്യനെ നിങ്ങൾ തരയുന്നത് നല്ലതാണ്. ഒരു പ്രായമായ മനുഷ്യനെ എന്ത് കാര്യം വന്നാലും മക്കളെ നിങ്ങളൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഇന്നത്തെ കാലം ആരാരുടെ കൂടെ എന്തിനു വേണ്ടി എന്തു നടക്കുന്നു എന്നൂടെ നിങ്ങൾ ചിന്തിക്കുക. ബാക്കി രാഷ്ട്രീയക്കാരോ കാര്യമോ മതത്തിൻ്റെ കാര്യമോ ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഞാൻ ശരിയായിട്ട് ബൈബിൾ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ എനിക്കെതിരായിട്ട് അത് സാത്താൻസിക്ക് സപ്പോർട്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് സപ്പോർട്ട് ആരും ഉണ്ടാകത്തില്ല. എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവം ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ ലോകത്തിൽ കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. എന്നാലും എനിക്ക് പ്രയാസമില്ല. ഞാൻ നന്മ ചെയ്തതിന് അല്പം കഷ്ടത അനുഭവിച്ചാലും അതിൽ സന്തോഷിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കത്തോലിക്ക ഒരു ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ്റെ പേര് ഓർക്കുന്നില്ല,
ഒരു ഇത് ഫേസ്ബുക്കിൽ കണ്ട ഒരു ഇതിന് ഞാൻ മെസ്സേജ് എൻ്റെ അഭിപ്രായത്തിൽ അവൻ മലയാളിയാണെങ്കിലും അവൻ്റെ മാതൃഭാഷ മറന്നുപോയി. ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയെങ്കിൽ അവന് തികയത്തുള്ളൂ എന്നോട് ഇംഗ്ലീഷിൽ. മക്കളെ SSLC പരാപരം മാർക്ക് മേടിച്ച് പാസ്സായവനാണ് ഞാൻ. എന്നാലും ആ പരമനാറിയോട് ഞാൻ ആവശ്യത്തിന് പറഞ്ഞു കൊടുത്തു, നീ നിൻ്റെ മാതൃഭാഷ മറന്നുപോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നിൻ്റെയൊക്കെ സ്വഭാവം. എവിടെയും അവൻ പറഞ്ഞത് കത്തോലിക്ക സഭ ദൈവം സ്ഥാപിച്ച സഭയാണെന്ന്. അപ്പോൾ അവന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ബാക്കി കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീ മഠത്തിൽ ഞാൻ ജോലിയെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ നമ്പർ ഇതാ, നീ കത്തോലിക്ക സഭയല്ല ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് വിളിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞു, എടാ നിൻ്റെ പോപ്പിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ കള്ളത്തരം എന്താണെന്ന് വരെ ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പോട്ടെ, നിങ്ങൾ ആരെന്നോട് വഴക്കിന് വന്നാലും ഞാൻ മൗനമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. മറുപടി നല്ല രീതിയിൽ ബൈബിളിലേതോ ഏത് കാര്യം ഏത് വിഷയമാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും.